പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കണ്ടെടുത്തുന്നെല്ലാം പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു നിലയ്ക്കും അത്തരം പ്രതിഷേധം അനുവദിക്കില്ല എന്നാണ് ഡൽഹി പോലീസിന്റെ പ്രഖ്യാപനം. അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അരവിന്ദ്, പ്രതിഷേധം അവസാനിപ്പിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തിയോ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്? കാരണം അവർക്ക് ഒരു നിലയ്ക്കും സംഘടിക്കാൻ കൂടി പോലീസ് അനുമതി നൽകുന്നില്ലല്ലോ. നിഷാദ്, ഡൽഹി പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇവിടെ എത്തുന്ന ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോകുന്നു. റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ ചില പ്രവർത്തകരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. परिवर्तन की लड़ाई लड़ रहे हैं और हम लड़ते रहेंगे. हम लोग ना डरेंगे ना झुकेंगे. हम मोदी जी, हम आपसे हाथ जोड़ते हैं. आपके हाथ में राज है. प्लीज आम जनता के साथ ऐसा मत करिए. हम आम जनता है, हम आम जनता की आवाज़ है. प्लीज़ आम जनता के साथ ऐसा मत करिए. प्लीज़ आम जनता के साथ ऐसा मत करिए. हम मोदी जी आपके आगे हाथ जोड़ते हैं. आप हमें जेल में भी भेज सकते हो. आप हमारे पे केस भी दायर कर सकते हो. आप हमें മറവാ भी सकते हो. आप हमें എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇവിടെ എത്തുന്ന ഒരു പ്രവർത്തകനെയും ഇവിടെ നിൽക്കുവാൻ പോലും അനുവദിക്കുക, അല്ലെങ്കിൽ സമാധാനമായി പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലും ഇവിടെ നിൽക്കുവാൻ അനുവദിക്കാതെ തന്നെ അവരെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് പോകുന്നു. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പക്ഷേ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെ ഇവർ പറയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു കാരണവശാലും ജയിലിൽ വിടുവാൻ അനുവദിക്കില്ല. പ്രതിഷേധം തുടരും. തങ്ങളുടെ മരണം വരെ പോരാടുമെന്നാണ് ഓരോ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. 10 മണിയോടുകൂടിയായിരുന്നു ഇവിടെ എത്തുവാൻ വേണ്ടി ആം ആദ്മി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ആദ്യം പഞ്ചാബിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയിരുന്നു. അവർ പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും തുടർന്ന് പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുകയുമായിരുന്നു. എന്തായാലും ഇവിടെ എത്തിയ പ്രവർത്തകരെ എല്ലാവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ദ്രുതകർമ്മസേന അടക്കമുള്ള സേനയെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആം ആദ്മി പ്രവർത്തകർ ഇങ്ങോട്ട് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ലോക് കല്യാൺ മാർഗിലെ മെട്രോ സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചിരുന്നു. ഇവിടുത്തെ ഗേറ്റ് നമ്പർ 1ഉം 2ഉം മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഗേറ്റ് നമ്പർ 3 പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഡൽഹി സെക്രട്ടേറിയറ്റിലെ മെട്രോ സ്റ്റേഷന്റെ ഗേറ്റുകൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുന്നത് തുടരുകയാണ്. പക്ഷേ ഒരു പ്രവർത്തകനെയും ഇവിടെ തുടരാൻ അനുവദിക്കില്ല എന്ന് തന്നെ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നു. എത്തുന്ന പ്രവർത്തകരെ, അല്ലെങ്കിൽ അവർ സമാധാനമായിട്ടാണ് പ്രതിഷേധിക്കുന്നതിൽ പോലും അതുപോലും അനുവദിക്കാതെ തന്നെ അവരെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോൾ ഡൽഹി പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിൽ തുടരുന്നു. പക്ഷേ കൂടുതൽ ആം ആദ്മി പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുകയാണ്. നമ്മൾ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ ഇവരെ ഒരു കാരണവശാലും ഇവിടെ തുടരുവാൻ പോലീസ് അനുവദിക്കുന്നില്ല. വലിയ രീതിയിലുള്ള അപ്പോൾ ഡൽഹി മേയർ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നു. എന്തായാലും കൂടുതൽ വനിതാ പ്രവർത്തകരടക്കം ഈ മേഖലയിലേക്ക് എത്തും. नागरिक अपने लिए कुछ भी ना, मतलब हमने कुछ किया अभी तक? आपने कोई नारा देखा हमारा, या हमने किसी तरीके का कुछ किया अभी तक? शांतिपूर्वक तरीके से खड़े हैं, उसमें भी डिटेन हो रहे हैं. क्या है ये? पूरी तरीके से आप लोग देख, दिल्ली से ही हूँ मैं, नॉर्थ. പ്രവർത്തകർ പറയുന്നത് അത് തന്നെയാണ്. സമാധാനമായി പ്രതിഷേധിക്കാൻ പോലും തങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല എന്നതാണ് ഓരോ പ്രവർത്തകരും ഇവിടെ വ്യക്തമാക്കുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ പോലും അവരെ പ്രതിഷേധിക്കാൻ അനുവദിക്കാതെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു. ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാവിലെ തന്നെ ഡൽഹി DCP വ്യക്തമാക്കിയത് സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിലോ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കോ മാർച്ച് അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. എന്തായാലും അത് തന്നെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. പ്രവർത്തകരടക്കം ഇവിടെ എത്തുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലപാടിലേക്ക് പോലീസ് പോകുന്നു. യാതൊരുവിധ പ്രകോപനം പോലും കൂടാതെ ഓരോ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിഷാദ്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിക്കാനെന്ന പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പ്രഖ്യാപിക്കുന്നു സ്ത്രീകളടക്കമുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. महिला सशक्तिकरण महिला दिल्ली वाली
ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ഇഡി കസ്റ്റഡിയിൽ വിട്ട നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഡൽഹി നഗരത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും പോലീസ് അത് തുടക്കത്തിലെ തടഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ ഒരുവിധ പ്രക്ഷോഭങ്ങളും അനുവദിക്കില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. എല്ലാ ആം ആദ്മി പ്രവർത്തകരും അതിവേഗത്തിൽ പിരിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് സന്ദേശം എന്തായാലും പോലീസ് घेरा बना लो, घेरा बना लो। क्या लग रहा है? അതേസമയം ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടി അപ്പുറത്ത് വേറെയും സംഘടിപ്പിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണെന്നും അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി പ്രവർത്തകർ മറ്റൊരു വശത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ആ പ്രതിഷേധ പരിപാടിക്ക് പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളില്ല എന്ന് നൌഫൽ അല്പസമയം മുമ്പ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധ പരിപാടിക്ക് എതിർക്കാനും തടയാനുമായി പോലീസ് വലിയ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഡൽഹി നഗരത്തിലാകമാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനിലെ ചില കേന്ദ്രങ്ങൾ അടച്ചിടുക പോലും ചെയ്തുകൊണ്ടാണ് പോലീസ് പ്രതിഷേധക്കാർ വന്നു കൂടുന്നത് തടയുന്നത്. പഞ്ചാബിൽ നടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹി നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഡൽഹി നഗരത്തിലേക്ക് എത്തുന്നതും സംഘടിക്കുന്നതും തടയുന്നതിന് വേണ്ടി മെട്രോ റെയിൽ സംവിധാനത്തിലടക്കം പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ്. പോലീസ് എത്ര തടഞ്ഞാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രഖ്യാപിക്കുകയാണ്. കള്ളക്കേസുണ്ടാക്കി ആം ആദ്മി പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ബി.ജെ.പി സർക്കാരും നരേന്ദ്രമോദിയും ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരവിടെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. 4 ദിവസം മുൻപാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്നും സാമ്പത്തിക അട്ടിമറിക്ക് പിന്നിലെ നയരൂപീകരണത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കാളിത്തം പ്രകടമാണെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇ.ഡി അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. 9 തവണ അരവിന്ദ് കെജ്രിവാളിന് ഇ.ഡി സമൻസ് നൽകിയിരുന്നു. സമൻസ് നൽകിയപ്പോഴൊന്നും അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇ.ഡിക്ക് മുമ്പിലേക്ക് പോയി താൻ നിന്നുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോകാതിരുന്നു. അവസാനം ഘട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കളഞ്ഞതോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് 9 അംഗ ഇ.ഡി സംഘം എത്തുകയും അർദ്ധരാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ മുതലുള്ള പ്രതിഷേധം ഡൽഹിയിൽ ഇപ്പോഴും അലയടിക്കുകയാണ്. ഇ.ഡി അറസ്റ്റ് ചെയ്തുവെങ്കിലും അതിന്റെ പേരിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് തന്നെ, അതായത് ഇ.ഡി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിക്കുന്നത്. സർക്കാരിൻ്റെ രാഷ്ട്രീയ വേട്ട എത്രത്തോളം പോയാലും മുഖ്യമന്ത്രി പദം ഒഴിയാൻ ആഗ്രഹിക്കുന്നില്ല. ഡൽഹിയുടെ ഭരണനായകൻ എന്ന നിലയിൽ നിന്ന് തന്നെ തെറിപ്പിക്കുകയും തന്നെ രാഷ്ട്രീയമായി അപ്രസക്തനാക്കുകയും ചെയ്യുക എന്നാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, ഡൽഹി നിവാസികൾക്ക് താൻ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യും. താൻ ജയിലിലായി പോവുകയോ ഇ.ഡി കസ്റ്റഡിയിലായി പോവുകയോ എന്നതുകൊണ്ട് താൻ ആ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്നും സംയമനം പാലിക്കണമെന്നൊക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാര്യ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആലോചിക്കുന്നത് എന്ന് കാണാം. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും ഈ സമരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും കൂടി കഴിഞ്ഞ ദിവസം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏജൻസികളുടെ പ്രവർത്തനത്തിന് വേണ്ടി നിയന്ത്രിക്കുന്നതിനായി ഒരു മാർഗനിർദ്ദേശം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ മാർഗനിർദ്ദേശം ഉടനടി വന്നേക്കാം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏജൻസി വേട്ട എന്നത് പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ജനാധിപത്യ രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിനും ഒരു കക്ഷിക്ക് മാത്രമായി പ്രവർത്തിക്കാൻ കഴിയും വിധത്തിലുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഭരണകൂട ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന പ്രശ്നം കഴിഞ്ഞ ഒരു 2-3 വർഷമായി ഇന്ത്യ കാണുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ്. എന്നാൽ ബി.ജെ.പിയുമായോ അടുപ്പമുള്ളവരോ ബി.ജെ.പിയെ സഹായിക്കുന്നവരായ കക്ഷികളുടെ സംസ്ഥാനങ്ങളിലേക്കോ ആ പാർട്ടികളുടെ നേതാക്കളിലേക്കോ ഒന്നും അന്വേഷണം പോകുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇ.ഡിയുടെയും സി.ബി.ഐയുടെയും എല്ലാം അന്വേഷണം പ്രതിപക്ഷ നേതാക്കൾ ഭരിക്കുകയോ പ്രതിപക്ഷ നേതാക്കളിലേക്കോ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കോ പ്രതിപക്ഷ നേതാക്കളിലേക്കോ മാത്രമായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് അങ്ങേയറ്റത്തെ വിവേചന സമീപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം
കഴിഞ്ഞ ജനുവരി മുതലുള്ള 10 സംഭവങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ് ഇവയെല്ലാം പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടുക എന്ന ഉദ്ദേശത്തോടുകൂടി ED നടപ്പിലാക്കുന്നതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ചില കേസുകളിൽ അമിതമായ തിടുക്കവും വേണ്ടാത്ത ധൃതിയും ഏജൻസികൾ കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി ശേഷി ഉണ്ടാവരുത് എന്ന ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ സഖ്യം സമീപിച്ചിട്ടുള്ളത്. അതിന്മേൽ ഇന്ത്യ സഖ്യം എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നതും ശ്രദ്ധേയമായ കാര്യമാണ്.